കുട്ടിക്കർഷകർക്ക് പിന്തുണയും പ്രോത്സാഹനവുമായി സർക്കാർ. കാർഷിക വൃത്തിയിലേർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ജില്ലയിലെ കോൾ മേഖല കർഷക പ്രതിനിധികളുടെ വാർഷിക പൊതുയോഗം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അഗ്രി സ്റ്റാർട്ടപ്സും അഗ്രി ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് ചെറിയ മേഖലകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും താരതമ്യേന കുറഞ്ഞാണ് കാർഷിക വൃത്തിയിലുള്ളതായിരിക്കുന്ന ചെറുപ്പക്കാരുടെ പങ്കാളിത്തമുണ്ട്. അത് പുനഃക്രമീകരിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും കാർഷിക ക്ലബ്ബുകൾ കതിർ എന്ന പേരിൽ ആരംഭിക്കാനുള്ള ഒരു പുതിയ തീരുമാനമെടുത്തു സർക്കാർ. അതിൽ നോഡൽ ടീച്ചറും അതിന്റെ കമ്മിറ്റിയും ഉണ്ടാകും. കോൾ നിലങ്ങളിലെ കൃഷിയുടെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്തും. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനം ഈ കാര്യത്തിൽ ഉണ്ടാകണം. ആ ഏകോപന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനും കോൾ നിലങ്ങളുടെ കൃഷി പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ ഇടപെടലും ഉണ്ടാകും എന്ന് ആമുഖമായി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. സ്വകാര്യ പൊതുമേഖലയിലെ തരിശുഭൂമി തിട്ടപ്പെടുത്തി കോർപ്പറേറ്റ് സ്വകാര്യ പൊതുമേഖലാ ഏകോപനത്തിലൂടെ തരിശുരഹിത കൃഷിക്കായി ബൃഹത് പദ്ധതിയാണ് വകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. ഇതിലൂടെ സംസ്ഥാനം കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലേക്ക് ചുവടുവെക്കുമെന്നും മന്ത്രി പറഞ്ഞു. ടൗൺഹാളിൽ നടന്ന യോഗത്തിൽ കളക്ടർ ശിഖ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി OJ ജനീഷ്, MLA തോമസ് ഉണ്ണിയാടൻ, വകുപ്പുതല ഉദ്യോഗസ്ഥർ, വിവിധ കോൾപ്പടവ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിശ്ചയിച്ച സമയം പിന്നിട്ടിട്ടും യോഗം തുടങ്ങാൻ വൈകിയതിൽ ചിലർ വേദിയിലെത്തിയവരെ കൂവിയാണ് വരവേറ്റത്. കൂടാതെ കർഷക പ്രതിനിധികൾ ചേരിതിരിഞ്ഞ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ശ്രമിച്ചത് പ്രതിഷേധത്തിനും അസ്വാരസ്യങ്ങൾക്കും വഴിവെച്ചു. ഇതോടെ മന്ത്രിക്ക് ഇടപെടേണ്ടിയും വന്നു. കയ്യടി വേണ്ട. നേരത്തെ കൂകിയിട്ടുണ്ട് ഒരാള്. ഇതൊന്നൊരു മീറ്റിംഗിന്റെ ഒരു ചിട്ടവട്ടത്തിന് വിഹിതമാണ്. ഇവിടെ കർഷകരുടെയും കർഷകന്റെ താല്പര്യങ്ങളും മാത്രമേ സംസാരമുള്ളൂ. വേറെ ഒരു സംസാരമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് പരിഹരിക്കാനും സംസാരിക്കാനും. അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. മറ്റ് നിയമപ്രശ്നങ്ങളും കോടതിയും വ്യവഹാരവും മറുപടിയും അതിലേക്ക് പോണ്ട. നെല്ല് സംഭരണം, നെല്ലിന്റെ വില കിട്ടാത്തത്, കുമ്മായം ലഭ്യമാകാത്തതിലെ പ്രതിസന്ധി, പമ്പിംഗ് സബ്സിഡി, രാസവളം ലഭ്യത, ചണ്ടി കുളവാഴ നീക്കം, കാലാവസ്ഥ വ്യതിയാന ഇൻഷുറൻസ് കുടിശ്ശിക, ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ തുടങ്ങി മേഖലയിലെ വിഷയങ്ങളെല്ലാം കർഷക പ്രതിനിധികൾ യോഗത്തിൽ മന്ത്രിയെ ധരിപ്പിച്ചു. തുടർന്ന് പുതിയ കമ്മിറ്റി ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. TCV തൃശൂർ.